ഈ തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ സമഗ്രമായി നിരന്തരം സംസാരിക്കുന്നതാണ്, വിശദമായി വിശകലനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നോട് ബഹുമാനപ്പെട്ട ഡോക്ടർ ശൈലജ നിമിഷങ്ങൾക്ക് മുമ്പ് എന്നോട് ചോദിച്ച ചോദ്യം, സൗഹൃദ സംഭാഷണത്തിൽ എന്നോട് ചോദിച്ച ചോദ്യം, ഇത്തരത്തിലൊരു സംരംഭം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തീർത്ഥാടന സമ്മേളനം മറ്റെവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നൊരു സംശയമാണ് എന്നോട് ഉന്നയിച്ചത്. നമുക്കറിയാം, ആത്മീയ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം തികച്ചും ഭിന്നമായിട്ടുള്ള ഒരു കേന്ദ്രമാണ് ശ്രീനാരായണ ഗുരുദേവനാൽ സ്ഥാപിതമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള ശിവഗിരി ആശ്രമവും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവും അതുമായി ബന്ധപ്പെട്ട എല്ലാ സംരംഭങ്ങളും. അതുകൊണ്ടാണ് 90 വർഷങ്ങൾക്കപ്പുറത്ത്, 9 ദശാബ്ദങ്ങൾക്കപ്പുറത്ത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി എന്ത് വേണം, വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം തീർത്ഥാടനത്തിന് മക്കയിൽ പോകുന്നവരുണ്ട്, ജെറുസലേമിൽ പോകുന്നവരുണ്ട്, അതുപോലെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും പോകുന്നവരുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എവിടെ പോകണമെന്ന് ഗുരുദേവനോട് ശിഷ്യന്മാർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുയായികൾ ആവശ്യപ്പെട്ടപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ മന്ദസ്മിതത്തോടുകൂടി നൽകിയ മറുപടിയുടെ പശ്ചാത്തലത്തിലാണ് തീർത്ഥാടനം എന്ന് പറയുന്നത് അറിവിന്റെ തീർത്ഥാടനമായിരിക്കണം. പിലിഗ്രിമേജ് ഓഫ് നോളജ്, അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും തീർത്ഥാടനമാണ് ശ്രീനാരായണ ഗുരുദേവൻ പ്രഖ്യാപിച്ച, നിർദ്ദേശിച്ച തീർത്ഥാടനം. അതുതന്നെയാണ് ഗുരുദേവ ചരിത്രത്തെ സംബന്ധിച്ച് സൂക്ഷ്മതല സ്പർശിയായി പരിശോധിക്കുന്ന ഒരു സാമൂഹ്യ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ ഓടിയെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ, ഭൗതിക ജീവിതത്തെയും ജീവിതാദി കാര്യങ്ങളെയും സന്തോഷപ്രദമാക്കി മാറ്റാനും മനുഷ്യരാശിയുടെ സർവതോമുഖമായ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടി ആത്മീയ പ്രത്യയശാസ്ത്രത്തെ ഫലപ്രദമായി പ്രയോഗിച്ച പ്രായോഗിക വേദാന്തിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവനെന്ന് അഭിമാനബോധത്തോടു കൂടി സാക്ഷ്യപ്പെടുത്താൻ ആധുനിക ലോകത്തിന് കഴിയുന്ന വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം. അത് ഒരു സന്യാസി വര്യനിലും അല്ലെങ്കിൽ മറ്റൊരു ഋഷിവര്യന്മാരിലും കാണുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അദ്വൈതത്തെ, വേദാന്തത്തെ, വേദങ്ങളെയും ഉപനിഷത്തുകളെയും ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും ഒക്കെ യുക്തിഭദ്രമായ നിലയിൽ വ്യാഖ്യാനിക്കാനും ലളിതമായ ഭാഷയിൽ സാധാരണ സമൂഹത്തിനു കൂടി പ്രാപ്യമാകുന്ന ഭാഷയിൽ സംവേദിക്കാനും ഒക്കെയുള്ള അനിതര സാധാരണവും അത്യപൂർവമായിട്ടുള്ള കഴിവ് പ്രകടിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ ദീർഘവീക്ഷണത്തിന്റെ ഉദാത്തമായ ഉത്കൃഷ്ടമായ ദൃഷ്ടാന്തമാണ് സത്യത്തിൽ ഈ തീർത്ഥാടന സമ്മേളനം എന്ന് പറയാൻ നമുക്ക് കഴിയുക. ആ തീർത്ഥാടന സമ്മേളനത്തിൽ ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട സ്വാമികൾ സൂചിപ്പിച്ചു 8 വിഷയങ്ങൾ, പ്രധാനപ്പെട്ട 8 വിഷയങ്ങൾ. കൃഷിയും വ്യവസായവും തൊഴിലും വിദ്യാഭ്യാസവും ആരോഗ്യവും ശുചിത്വവും. ഏറ്റവും ഒടുവിൽ 8ാമതായി അദ്ദേഹം പറഞ്ഞു വെച്ചത്, അതാണ് അത്ഭുതപ്പെടുത്തുന്നത്, മതാതീതമായ ആത്മീയതയുടെ ദർശനം ലോകത്തിന് സംഭാവന ചെയ്ത ഋഷിവര്യനായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ, ആത്മീയതയുടെ വക്താവും പ്രയോക്താവുമായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ 8ാമത് വിഷയമായി നിർദ്ദേശിക്കപ്പെട്ടത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ സംബന്ധിച്ചുള്ള അവബോധം സമൂഹത്തിനുണ്ടാകണം. ശാസ്ത്രവും സാങ്കേതിക രംഗവും സമൂഹത്തിന്റെ സർവതോമുഖമായിട്ടുള്ള വളർച്ചയ്ക്കും പുരോഗതിക്കും പ്രയോജനപ്പെടണം. അപ്പോഴാണ് സയൻസ് ആൻഡ് ടെക്നോളജി അത് മനുഷ്യരാശിയുടെ ക്രിയാത്മകമായിട്ടുള്ള സത്ക്രിയമായ നന്മയ്ക്കും വളർച്ചയ്ക്കും പുരോഗതിക്കും ഉതകുമ്പോഴാണ് നമുക്ക് പ്രയോജനമുണ്ടാകുന്നത്, മനുഷ്യരാശിക്ക് പ്രയോജനമുണ്ടാകുന്നത്. അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞു, ആന്തരികവും ഭൗതികവുമായി സമൂഹവും ലോകവും എക്കാലവും മാറ്റത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മാറ്റമാണ് മാറ്റമില്ലാതെ തുടരുന്ന ഏക സംവിധാനം. അല്ലെങ്കിൽ ആ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ആത്മീയത, മനസ്സും അതുപോലെ ഭൗതികതയും അല്ലെങ്കിൽ ആന്തരികവും ഭൗതികവുമായ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നതാണ് ലോകം, ഈ പ്രപഞ്ചം എപ്പോഴും. അങ്ങനെ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ ആ മാറ്റമാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രം.
ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ലളിതമായ ഭാഷയിൽ ശാസ്ത്രം എന്നാൽ അത് സത്യം. നമുക്ക് വസ്തുതാപരമായി കാണുകയും കേൾക്കുകയും സ്പർശനത്തിലൂടെയും ഇന്ദ്രിയങ്ങളിലൂടെയും അറിയുകയും ബോധ്യപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വസ്തുതാപരമായിട്ടുള്ളതെല്ലാം സത്യമാണ് എന്നുണ്ടെങ്കിൽ, ആ സത്യത്തെയാണ് ശാസ്ത്രമെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നതെങ്കിൽ, ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച ഏറ്റവും വലിയ ശാസ്ത്രമായിരുന്നു മാനവികതയുടെ ശാസ്ത്രം, ദ സയൻസ് ഓഫ് ഹ്യൂമാനിറ്റി. അതായിരുന്നു ഗുരുദേവൻ മുന്നോട്ട് വെച്ച ശാസ്ത്രം. ഇന്നത്തെ സാങ്കേതിക വളർച്ചയുടെ കാലഘട്ടത്തിലല്ല ഗുരുദേവൻ ഇത് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, 9 ദശാബ്ദങ്ങൾക്കപ്പുറത്ത് ഗുരുദേവൻ പറഞ്ഞതാണ് ശാസ്ത്ര കൗതുകമുള്ള തലമുറ വളരണം, സാങ്കേതിക പരിജ്ഞാനമുള്ള തലമുറ രാജ്യത്തുണ്ടാകണം, ലോകത്തുണ്ടാകണം, സമൂഹത്തിനുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ലോകത്ത് ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന, നൈമിഷികമായി പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള അവബോധം മനുഷ്യ സമുദായത്തിനുണ്ടാകുകയും ആ അറിവിലൂടെ, ആ വിജ്ഞാനത്തിലൂടെ അവന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഉപകരിക്കുകയും വേണമെന്നുള്ളതായിരുന്നു ഗുരുദേവൻ മുന്നോട്ട് വെച്ച ശാസ്ത്രബോധം, സാങ്കേതിക മേഖലയെ സംബന്ധിച്ചുള്ള ഗുരുദേവന്റെ വീക്ഷണം. ആ അറിവ് പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ആരോഗ്യശാസ്ത്ര രംഗത്ത്, ഡിജിറ്റൽ ശാസ്ത്ര രംഗത്ത്, സൈബർ ശാസ്ത്ര രംഗത്ത്, അതുപോലെ മാനേജ്മെന്റ് ശാസ്ത്ര രംഗത്ത്, വിവിധ ശാസ്ത്ര മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരായിട്ടുള്ള നിരവധി വ്യക്തികൾ ശ്രീനാരായണ ഗുരുദേവൻ അരുളി ചെയ്തതിനനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന 91ാമത് തീർത്ഥാടന മഹാമഹത്തിൽ ഈ ശിവഗിരി കുന്നിന്റെ താഴ്വരയിലുള്ള ഈ വേദിയിൽ സന്നിഹിതരായി പ്രഭാഷണം നടത്താൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത് ഗുരുദേവ ദർശനത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. ആ ശാസ്ത്രരംഗവും സാങ്കേതിക രംഗവും സ്ഫോടനാത്മകമായിട്ടുള്ള വികാസത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. നിമിഷം കഴിയുമ്പോൾ, ഞാൻ ഈ സംസാരിച്ച എൻ്റെ പ്രസംഗം അവസാനിക്കുമ്പോൾ ഞാൻ പറയുന്നതൊക്കെ നിരർത്ഥകമായി തീരുകയോ അല്ലെങ്കിൽ അതിനും അപ്പുറത്തുള്ള നൂതനമായ സംവിധാനങ്ങൾ ഉണ്ടാകുകയോ ചെയ്യുന്ന അതിവേഗതയിൽ ശാസ്ത്രരംഗവും സാങ്കേതിക രംഗവും വളർന്നുകൊണ്ടിരിക്കുന്നു. ഇത് നല്ലതുപോലെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗുരുദേവൻ പറഞ്ഞത്, ശാസ്ത്രം സമൂഹ പുരോഗതിക്കായി പ്രയോജനപ്പെടണം, സാങ്കേതിക രംഗം നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനായി പുരോഗമിക്കണം. അതിന് ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മപരിപാലനത്തിന്റെ പ്രചാരകരായിട്ടുള്ളവരോട് ഗുരുദേവൻ പറഞ്ഞു, വ്യവസായവും തൊഴിലും കൃഷിയും കൈത്തൊഴിലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കാർമ്മികമായ ശേഷി ഉണ്ടാകുന്നതിനും വലിയ തോതിലുള്ള പ്രചാരം സംഘടിപ്പിക്കുകയും ശാസ്ത്രീയ ബോധത്തോടുകൂടി മെച്ചപ്പെട്ട കൃഷിയും വ്യവസായവും തൊഴിലും പ്രദാനം ചെയ്യാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രചാര പ്രവർത്തനങ്ങളിൽ ശ്രീനാരായണ ധർമ്മ പരിപാലനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രചാരകർ അല്ലെങ്കിൽ അതിന് ആ ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാകണം. അപ്പൊ ശാസ്ത്രത്തെക്കുറിച്ചും സാങ്കേതിക രംഗത്തെ സംബന്ധിച്ചുമുള്ള ഒരു നൂറ്റാണ്ടിനപ്പുറത്ത് തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്ന വീക്ഷണം, ആ വീക്ഷണം ഞാനിപ്പോൾ വളരെ പെട്ടെന്ന് ബഹുമാനപ്പെട്ട സൂക്ഷ്മാനന്ദ സ്വാമികൾ രചിച്ച് ശ്രീ ശശി തരൂർ ആമുഖം എഴുതിയ ഒരു പുസ്തകം ഇപ്പോൾ സ്വാഗതം ആശംസിച്ചപ്പോൾ ഗുരുദേവ സൂക്തങ്ങൾ അടങ്ങിയ ഷോളിനോടൊപ്പം ലഭിച്ചത് ഗുരുദേവനെ കുറിച്ച് ബഹുമാനപ്പെട്ട സൂക്ഷ്മാനന്ദ സ്വാമികൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള വാട്ട് ആൾ അബൌട്ട് വി ഒരു പുസ്തകമാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഞാൻ ആ പുസ്തകത്തിൽ വളരെ ഒരുപക്ഷെ ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് അനുരോധമായിട്ടുള്ള വിഷയമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം സ്പിരിച്വലിസം വേഴ്സസ് സയൻസ്, ശാസ്ത്രവും ആത്മീയതയും. കാരണം ഒന്ന് സത്യസന്ധമായി മനുഷ്യന് അനുഭവഭേദ്യമാകുന്ന നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത്, അതോടൊപ്പം തന്നെ ആത്മീയതയെ സംബന്ധിച്ച് ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. കോൺട്രഡിക്ഷൻ ഉണ്ടെന്ന് പറയുമ്പോഴും ആത്മീയതയും സ്പിരിച്വലിസം ഈസ് ഓൾസോ എ ഫോം ഓഫ് സയൻസ്. കാരണം ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച്, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ച്, ഈ പ്രപഞ്ചത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ സംബന്ധിച്ചൊക്കെ ദ പ്രൈമസി ഓഫ് യൂണിവേഴ്സൽ, അതാണ് ആത്മോപദേശ ശതകമെന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുദേവ കൃതിയുടെ 20ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്.
ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയും പ്രപഞ്ചത്തിന്റെ പ്രാഥമികമായിട്ടുള്ള നിലനിൽപ്പിനും അനുരോധമായിട്ടുള്ള കാര്യങ്ങൾ വസ്തുനിഷ്ഠമായ നിലയിൽ വിലയിരുത്തപ്പെട്ടു എന്നുണ്ടെങ്കിൽ ആത്മോപദേശ ശതകത്തിലൂടെ വസ്തുനിഷ്ഠമായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രമാണ് എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച്, പ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തിന്റെ ഉൾക്കാഴ്ചയെ സംബന്ധിച്ച്, അതിന്റെ കോൺഷ്യസ്നെസ്, യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിനെ സംബന്ധിച്ച്, ഇതിനെ സംബന്ധിച്ചൊക്കെ ആധികാരികമായി ഒരു നൂറ്റാണ്ടിനപ്പുറത്ത് ഗവേഷണ കൗതുകത്തോടുകൂടി പഠനം നടത്തി പ്രവചിച്ച വിശ്വഗുരു എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ദീർഘവീക്ഷണം എത്രമാത്രം വലുതായിരുന്നു എന്ന് 91ാമത് തീർത്ഥാടനം സമുചിതമായി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ ശാസ്ത്ര സാങ്കേതിക സമ്മേളനത്തിലും വളരെ വളരെ പ്രസക്തമാണ്. ഇന്ന് ഡിജിറ്റൽ എക്കണോമി അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാം രംഗത്തും ഡിജിറ്റലൈസേഷൻ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് ഇപ്പോൾ പേപ്പർലെസ് പാർലമെന്റാണ്. കാരണം കടലാസ് രഹിതമായിട്ടുള്ള ഭരണ സംവിധാനമാണ് ലോകത്താകമാനം പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നത്. ഒരു 10-20 വർഷം കഴിയുമ്പോൾ കടലാസിന്റെ ആവശ്യം തന്നെ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ നിലയിൽ ത്വരിതഗതിയിലുള്ള മാറ്റത്തിന് ലോകം വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ ഡിജിറ്റലൈസേഷൻ, അതുപോലെ അതിനും അപ്പുറത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇവിടെ പ്രമുഖരായിട്ടുള്ള ശാസ്ത്രകാരന്മാർ അല്ലെങ്കിൽ വിദഗ്ധർ ആ കാര്യത്തെ സംബന്ധിച്ച് സംസാരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ കൃത്രിമ ബുദ്ധി, മനുഷ്യസാധ്യമായിട്ടുള്ള 90-95% കാര്യങ്ങളും അതേപോലെ തത്തുല്യ പ്രാധാന്യത്തോടുകൂടി ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് ലോകത്ത് പ്രചാരം സിദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വികസിത രാജ്യങ്ങളടക്കം അമേരിക്കയും യൂറോപ്പും UK-യും ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ ഇന്നവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഈ നിർമ്മിത ബുദ്ധി, കൃത്രിമ ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യനെ തന്നെ റീപ്ലേസ് ചെയ്യുന്ന, മനുഷ്യന്റെ സർവ്വ കഴിവുകളെയും റീപ്ലേസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥാനാന്തരം ചെയ്യുന്ന നിലയിൽ ഇത് വന്നു കഴിഞ്ഞാൽ മാനവികതയുടെ ഹ്യൂമാനിറ്റി, ഗുരുദേവൻ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ച ദ സയൻസ് ഓഫ് ഹ്യൂമാനിറ്റി, മാനവികതയുടെ ശാസ്ത്രം എവിടെ എത്തി നിൽക്കുമെന്നുള്ള ആശങ്ക ഇന്ന് ലോകത്തിന് മുന്നിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട സയൻസിന്റെ, ശാസ്ത്രത്തിന്റെ വേഗത പരിമിതപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചാണ് അവർ ആലോചിക്കുന്നത്. മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത്യന്താധുനികമായ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഫോടനാത്മകമായ വികാസം. ഇന്ന് ശാസ്ത്രലോകം ചർച്ച ചെയ്യേണ്ടത് ആ സ്ഫോടനാത്മകമായിട്ടുള്ള വികാസം മനുഷ്യ നന്മയ്ക്കും സമൂഹ പുരോഗതിക്കും വേണ്ടിയായിരിക്കണം. അണുവിസ്ഫോടനം ഉണ്ടായപ്പോൾ 2 കാര്യങ്ങളുണ്ടായി. ഈ മാനവരാശിയെ മുഴുവൻ നശിപ്പിക്കാൻ ഹിറോഷിമയിലും നാഗസാക്കിയിലും അണുസ്ഫോടനം നടത്തി, അണുബോംബ് വർഷിച്ച് ദശലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കി മനുഷ്യരാശിയുടെ നശീകരണത്തിന് പ്രയോജനപ്പെടുത്തി. അതോടൊപ്പം തന്നെ ലോകം നേരിടുന്ന ഏറ്റവും കനത്ത ഊർജ പ്രതിസന്ധി അതിജീവിക്കാൻ ആണവോർജം, ഏറ്റവും സേഫസ്റ്റ് ഓഫ് ദ സേഫ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സുരക്ഷിതമായിട്ടുള്ള ഊർജമാണ് ആണവോർജം. അത് ക്രിയാത്മകമായിട്ടുള്ള പ്രയോജനമാക്കി മാറ്റി. അപ്പോൾ ഒന്ന് ഡിസ്ട്രക്റ്റീവ്, മറ്റൊന്ന് കൺസ്ട്രക്റ്റീവ്. നാശോന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും സൃഷ്ടിന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഒരേപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രയോജനപ്പെടുത്താൻ കഴിയും. ഒന്ന് പ്രയോജനപ്പെടുത്തുന്നു, മറ്റൊന്ന് ദുരുപയോഗപ്പെടുത്തുന്നു. അപ്പൊ മനുഷ്യരാശിയുടെ നശീകരണത്തിനും മനുഷ്യരാശിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഒരേ സമയം ശാസ്ത്രത്തെ അപ്ലൈ ചെയ്യാമെങ്കിൽ, പ്രയോജനപ്പെടുത്താമെങ്കിൽ, ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ച ശാസ്ത്രം, ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ച സാങ്കേതിക വൈദഗ്ധ്യം ധർമാധിഷ്ഠിതമായിട്ടുള്ളതായിരുന്നു. മോറൽ വാല്യൂസിനെ, ധാർമ്മിക മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു. എന്താണ് ധാർമ്മിക മൂല്യം? അതാണ് ഗുരുദേവന്റെ ഗുരുദേവൻ മുന്നോട്ട് വെച്ച ഭൗതിക ജീവിത ശാസ്ത്രം.
ധാർമ്മികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭൗതിക ജീവിത ശാസ്ത്രം. അതാണ് ഗുരുദേവൻ മുന്നോട്ട് വെച്ചത്. അവിടെയാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ തലത്തിലും മനുഷ്യൻ നന്നാകണമെന്നുള്ളതാണ്. സാമ്പത്തികമായ വളർച്ചയും സാമൂഹ്യമായ പുരോഗതിയും എല്ലാ തലത്തിലും. അവിടെയാണ് നമ്മുടെ മൂല്യങ്ങൾ, ഭാരതീയ ഋഷിസങ്കല്പങ്ങൾ അല്ലെങ്കിൽ ഭാരതീയ സംസ്കൃതിയുടെ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് 5000 വർഷങ്ങൾക്കപ്പുറത്തുണ്ടായിട്ടുള്ള ഭാരതത്തിന്റെ സംസ്കൃതി. ആ വേദങ്ങളെയും ഉപനിഷത്തുകളെയും ഒക്കെ ശ്രീനാരായണ ഗുരുദേവനും ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളും ഉൾപ്പെടെയുള്ള മഹത് വ്യക്തിത്വങ്ങൾ, ഋഷിവര്യന്മാർ, അവരല്ലേ സത്യത്തിൽ ആ വേദങ്ങൾ എന്താണ്? വേദങ്ങൾ ധർമാധർമ്മങ്ങളെ വിവേചിച്ചറിയാനുള്ള കേവല മാധ്യമം മാത്രമാണ് വേദം. വരേണ്യ സമൂഹത്തിന് അധസ്ഥിത വിഭാഗത്തെ അടിച്ചമർത്താനുള്ള ഉപാധിയും മാധ്യമവുമല്ല വേദം. എഴുത്തും വായനയും അറിയാനും പഠിക്കാനും പഠിപ്പിക്കാനും സംസ്കൃതം പഠിക്കാനും ഉരുവിടാനുമുള്ള അവകാശം സാർവജനനീമയമാണെന്നും അത് കുത്തകവൽക്കരിക്കുന്നത്, അറിവിനെയും ശാസ്ത്രത്തെയും കുത്തകവൽക്കരിക്കുന്നത് ബോധപൂർവമായിട്ടാണ് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചു. അറിവിന്റെ കുത്തകവൽക്കരണത്തിനെതിരായി പൊരുതിയ സാഹസികമായിട്ടുള്ള സാമൂഹ്യ മാറ്റത്തിന് നേതൃത്വം കൊടുത്ത ഋഷി വര്യനായിരുന്നു ശ്രീ നാരായണ ഗുരുദേവൻ. അതാണ് അറിവ്, നോളജ്. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ. അതെല്ലാവർക്കും ലഭിക്കാൻ അവകാശപ്പെട്ടതാണ്. ഇത് പറയുന്നത് ഇപ്പോൾ പറയാൻ എളുപ്പമാണ്, എനിക്കിവിടെ നിന്ന് പ്രസംഗിക്കാൻ നിഷ്പ്രയാസം കഴിയും. ആ കാലഘട്ടത്തിൽ അധസ്ഥിത പിന്നോക്ക സമൂഹത്തിൽപ്പെട്ടവൻ സംസ്കൃതം ഉരുവിട്ടാൽ ഉരുവിട്ടവന്റെ നാവ് പിഴുതു മാറ്റണമെന്നും അവൻ ഒളിച്ചു നിന്നോ മാറി നിന്നോ അകലെ നിന്നോ പോലും അത് കേട്ടാൽ ആ കേട്ട അധസ്ഥിതന്റെ കാതുകളിൽ കർണങ്ങളിൽ ഈയം ഒഴിക്കണമെന്നും വിശ്വസിച്ചിരുന്നു. അത് പ്രയോഗത്തിൽ നടത്തിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് നോളജ്, അറിവിന്റെ സാർവജനീയവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള മഹത് ദൗത്യത്തിന് നേതൃത്വം കൊടുത്തത്. ആ അറിവാണ് ശാസ്ത്രം, ആ നോളജ്. അതാണല്ലോ പിൽക്കാലത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം നിരന്തരം പറഞ്ഞു, നോളജ് ഈസ് പവർ. അറിവാണ് അധികാരം, അറിവാണ് ശക്തി. ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും ശക്തിമത്തായിട്ടുള്ള ആയുധം അറിവായിരുന്നു, നോളജ്. അറിവിലൂടെ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ വിമോചനത്തിന്റെ പ്രത്യയശാസ്ത്രം ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് അവൻ ആരാണ്, എന്താണ് അവന്റെ കഴിവ്, ശക്തി, കരുത്ത് എന്താണെന്ന് അവന് തിരിച്ചറിയാൻ അറിവിലൂടെ എംപവർമെന്റ് ഓഫ് ദ സൊസൈറ്റി ത്രൂ നോളജ്. സമൂഹത്തിന്റെ അധികാരവൽക്കരണം അറിവിലൂടെ, വിജ്ഞാനത്തിലൂടെ. അതാണ് സയൻസ്. ആ സയൻസിൽ നിന്ന് രൂപപ്പെട്ടതാണ് ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോ അങ്ങനെയൊക്കെ നമ്മൾ വിലയിരുത്തി, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സംസാരിച്ചാൽ മണിക്കൂറുകൾ എടുക്കും. അങ്ങനെയൊക്കെ വിലയിരുത്തിയാൽ, പരിശോധിച്ചാൽ ഏറ്റവും വലിയ സോഷ്യൽ സയന്റിസ്റ്റ് ആയിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. സാമൂഹ്യ ശാസ്ത്രകാരനായിരുന്നു. വരാനിരിക്കുന്ന ലോകത്തുണ്ടാകുന്ന സ്ഫോടനാത്മകമായിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള നല്ല ബോധവും അറിവും ഉള്ളത് കൊണ്ടാണ് വിനാശകരമായ ഫലത്തിനായി ഒരിക്കലും ശാസ്ത്രം ദുരുപയോഗം ചെയ്യാൻ പാടില്ല. കൃഷിയും വ്യവസായവും തൊഴിലും ജീവിത നിലവാരവും മെച്ചപ്പെടുത്താൻ നിങ്ങൾ വ്യവസായത്തെ ശാസ്ത്രീയാടിസ്ഥാനത്തിൽ നവീകരിക്കണം. ഒരു നവീകരണ യജ്ഞമായിരുന്നു ഗുരുദേവന്റെ നേതൃത്വത്തിൽ നടന്നത്. ആ നവീകരണം മാനസികവും ശാരീരികവും സാമ്പത്തികവും തൊഴിൽപരവുമായിട്ടുള്ള ഒരു നവീകരണം. ആ നവീകരണ പ്രക്രിയയ്ക്ക് ഒരു കാലഘട്ടത്തിൽ നേതൃത്വം കൊടുത്തതിൻ്റെ അനന്തര ഫലമാണ് ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ സ്പിരിച്വലിസത്തിന്റെ, ആത്മീയതയുടെ നടുവിൽ, ആത്മീയതയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അതിനെ ഉൾക്കൊള്ളാൻ, അതിനെ സ്വീകരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഞാൻ ഈ അവസരത്തിൽ വിശ്വസിക്കുന്നത്. ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ഡോക്ടർ സോംനാഥ്, അദ്ദേഹത്തിന് അടിയന്തരമായി മറ്റൊരു പരിപാടിയിൽ എറണാകുളത്ത് പങ്കെടുക്കാൻ പോകേണ്ടി വന്നതുകൊണ്ടാണ് സത്യത്തിൽ അഭിമാനകരമായിട്ടുള്ളൊരു ഈ നിമിഷം എനിക്ക് ലഭിച്ചത്. ഞാൻ പറയുന്നു, അദ്ദേഹം ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന ഇന്ത്യയുടെ യശസ്
ബഹിരാകാശ ലോകത്ത് ഇന്ത്യയുടെ യശസ് വാനോളം, വാനത്ത് അതിനും അപ്പുറത്തേക്ക് ഉയർത്തിക്കാട്ടിയ ചന്ദ്രയാൻ 3 ദൗത്യം, ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായി വിക്ഷേപിച്ചതിന് ശേഷം അദ്ദേഹം ക്ഷേത്രങ്ങളിൽ പോയി ആരാധനയും നേർച്ചയും നടത്തിയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം വളരെ വളരെ പ്രസക്തമാണ്. അപ്പൊ എങ്ങനെയാണ് ശാസ്ത്രവും ആത്മീയതയും ഒരുമിച്ച് പോകുക എന്നതിനെ സംബന്ധിച്ച് ഗൗരവതരമായിട്ടുള്ള പഠനങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം ഈ മനസ്സും ശരീരവും, അതാണല്ലോ പദാർത്ഥവും, മാറ്റർ ആൻഡ് മൈൻഡ്, ഇതിനെയാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യേണ്ടത്, ഇതിനെയാണ് വിഭജിക്കേണ്ടത്, വേർതിരിക്കേണ്ടത്. അത് വിഭജിക്കുമ്പോൾ യുക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ രണ്ടിലും നമുക്ക് നല്ലതുപോലെ കാണാൻ വേണ്ടി കഴിയും. ശ്രീനാരായണ ഗുരുദേവൻ ചെയ്ത ഏറ്റവും വലിയ യുണീക് പേഴ്സണാലിറ്റി, യുണീക് സന്യാസി വര്യൻ എന്ന് ഗുരുദേവനെ വിശേഷിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ആവർത്തിച്ചു പറയുന്നു, ആത്മീയതയുടെ സിദ്ധാന്തത്തെ ആധ്യാത്മിക പ്രസ്ഥാനത്തിലൂടെ മനുഷ്യ സമൂഹത്തിന്റെ സർവതോമുഖമായ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടി അറിവ്, നോളജ് അതിനെ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തും എല്ലാ തലങ്ങളിലും സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സമർപ്പിത മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള ഉജ്ജ്വലമായ സന്ദേശമായിരുന്നു ഗുരുദേവനിലൂടെ ലോകത്തിന് ലഭിച്ചത്, നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നാം കാണുന്ന അഭിമാനകരമായിട്ടുള്ള ശാസ്ത്രരംഗത്ത്, സാങ്കേതിക രംഗത്തൊക്കെ കൈവരിച്ചിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള ഈ പുരോഗതിയിൽ തീർച്ചയായും ഗുരുദേവന്റെ സ്ഥാനം ഒരിക്കലും കുറച്ചു കാണാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ലോക സമൂഹത്തിന് കൃത്യമായ സന്ദേശം നൽകുന്നതിലൂടെ നമ്മെ അതിനെ പ്രാപ്തമാക്കി മാറ്റി തീർത്തു എന്നുകൂടി ഈ അവസരത്തിൽ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തീർത്ഥാടനം അറിവിൻ്റെ തീർത്ഥാടനമാണ്. അറിവാണ് ഗുരുദേവന്റെ ഏറ്റവും വലിയ ആയുധം, ശക്തി, കരുത്ത്. ആ അറിവിന്റെ ലോകത്തേക്ക് ആധുനിക സമൂഹത്തെ കൈപിടിച്ചുയർത്താൻ ഉപകരിക്കുന്ന ഈ തീർത്ഥാടനം പാപവിമുക്തിക്ക് വേണ്ടിയിട്ടാണ് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നതെങ്കിൽ, ആത്മീയമായ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ തീർത്ഥാടകർ ഭക്തി നിർഭരമായി എത്തുന്നതെങ്കിൽ, ശിവഗിരി കുന്നിന്റെ താഴ്വരയിൽ ഗുരുദേവൻ വിവക്ഷിച്ച തീർത്ഥാടനത്തിന് എത്തിച്ചേരുന്നവർ ആത്മീയമായ സാക്ഷാത്കാരം, അറിവിലൂടെയുള്ള ആത്മീയ സാക്ഷാത്കാരവും അതിലൂടെയുള്ള വികാസവും വളർച്ചയും പുരോഗതിയും വ്യക്തിക്കും അതുവഴി കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും പ്രദാനം ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള വലിയ ജീവിത സന്ദേശമാണ് ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് കൈമാറിയത്. അതാണ് മഹാത്മാഗാന്ധി അടക്കം, രവീന്ദ്രനാഥ ടാഗോർ അടക്കമുള്ള പ്രഗത്ഭമതികളായ ലോകമറിയുന്നവരൊക്കെ അദ്ദേഹത്തെ കാണുന്നതിന് ശിവഗിരിയിലേക്ക്, കേരളത്തിലേക്ക് എത്തിച്ചേർന്നതും അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയതും ഒക്കെ ഈ ഉദാത്തമായ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഭൗതിക ജീവിതത്തിന്റെ പ്രാധാന്യം നല്ലതുപോലെ മനസ്സിലാക്കി ആ ഭൗതിക ജീവിതത്തെ മെച്ചപ്പെട്ടതാക്കി മാറ്റി തീർക്കാൻ, മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഭൗതിക ജീവിതത്തിലൂടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ആധ്യാത്മികതയുടെ തലങ്ങളിൽ നിന്നുകൊണ്ട് കരുത്തും ശക്തിയും പകർന്നു കൊടുത്തുകൊണ്ട് നിശബ്ദമായ സാമൂഹ്യ വിപ്ലവത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുത്ത ശ്രീനാരായണ ഗുരുദേവന്റെ ദീപ്തമായ, ജ്വലിക്കുന്ന, പ്രോജ്വലമായ ഓർമ്മകൾക്ക് മുന്നിൽ ഈ ശിവഗിരി തീർത്ഥാടന വേദിയിൽ നിന്നുകൊണ്ട് അഭിമാനബോധത്തോടുകൂടി ശിരസ് നമിച്ചുകൊണ്ട്, ആദരവർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ചതിൽ, പ്രത്യേകിച്ചും ഈ ശാസ്ത്ര സാങ്കേതിക സമ്മേളനത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ അവസരം ലഭിച്ചത് പൊതുജീവിതത്തിലെ അഭിമാനകരമായ മുഹൂർത്തമായി, നിമിഷമായി കണ്ടുകൊണ്ട് അഭിവന്ദ്യ സ്വാമിമാർ അടക്കം ഈ സമ്മേളന വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശിസുകളോടുകൂടി 91ാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ശാസ്ത്ര സാങ്കേതിക സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.